ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ അപ്പുവിനെ സ്കൂളിലോട്ട് പറഞ്ഞയച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ സാധനങ്ങൾ സ്കൂൾ തുറക്കൽ പ്രമാണിച്ച് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ പുറത്തോട്ട് പോയി വന്നു കേട്ടോ. ഞാൻ എപ്പോൾ പുറത്തോട്ട് പോയാലും കുറേ സാധനങ്ങൾ മേടിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് പോവുക. എപ്പോഴും വിചാരിക്കും എഴുതിയൊക്കെ വെച്ച് ഫോണിലെങ്ങാനും എഴുതിയൊക്കെ വെച്ച് പോകണം എന്ന് വിചാരിക്കും. പക്ഷേ വിചാരം മാത്രമേ ഉള്ളൂ, അതൊന്നും നടക്കാറില്ല. എപ്പോൾ പോവുകയാണെങ്കിലും കുറേ സാധനങ്ങൾ മേടിച്ച് ബാക്കി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ മറന്നിട്ട് പോരും. അതാണ് സ്ഥിരം പതിവ്. അങ്ങനെ മറന്നുപോയ കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ പോയത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇച്ചിരി തിരക്കുള്ളൊരു ദിവസമാണ്. നമുക്ക് ഉച്ചരിഞ്ഞിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണം. അപ്പോൾ വരാറായി ഏറെക്കുറെ. ഞാൻ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ എണ്ണ, നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാനുള്ള വെളിച്ചെണ്ണ, കുട്ടികളുടെ മേത്ത് തേക്കാനൊക്കെ ആയിട്ട് മേടിച്ചതാണ് ആ കുപ്പി. പിന്നെ ഇത് നമുക്ക് അപ്പൂൻ്റെ ലഞ്ച് ബോക്സ് കഴിഞ്ഞ കൊല്ലത്ത് ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ കൊല്ലത്ത് ലഞ്ച് ബോക്സിൻ്റെ ആ വള്ളി അങ്ങ് പൊട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ പണികൾ ചെയ്ത് തീർക്കാനുണ്ടെന്ന്. രാവിലെ ഞാൻ പോകുമ്പോൾ മറവി എനിക്കൊരു വീക്ക്നെസ് ആയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ അരി കഴുകി നാളെ ദോശയാണ് അപ്പൂസ് സ്കൂളിലേക്ക്, ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി, ഇത് രണ്ടുമാണ് അപ്പൂന് ഇഷ്ടം സ്കൂളിലോട്ട് ലഞ്ചായിട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനും പിന്നെ ചോറ് കൊടുക്കാൻ നിർബന്ധിക്കാറില്ല. ചോറ് കൊണ്ടുപോകാൻ അവന് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ, കഴിച്ചോളൂല്ലോ, കൊണ്ടുപോകണത് കഴിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അരി രാവിലെ കുതിർത്താനിട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അത് ഞാൻ മറന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വന്നിട്ടിടുന്നത്. ഇനിയിപ്പോൾ നാളേക്ക് മാവ് അരയ്ക്കുമ്പോൾ ഇത് ശരിക്കും കുതിരാത്ത കാരണം എന്താവും അവസ്ഥ എന്നറിയില്ല. ഞാൻ അമ്മമാർക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ അരി കുതിരാനോ അങ്ങനെ എന്തെങ്കിലും ഇടാൻ മറന്ന ദിവസം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം, അധികമല്ല, വെന്ത് പോകരുത്, കുറച്ചൊരിളം ചൂടുവെള്ളത്തിലാണ് ഞാനിത് കുതിരാനിട്ട് വെക്കുക. അപ്പോൾ ഇച്ചിരി വേഗം കുതിരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനൊരു മെത്തേഡ് ഫോളോ ചെയ്യാറുണ്ട്. എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തോന്നി. നമുക്ക് മാവ് അരയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. കറക്റ്റ് വീറി പൊന്തി വരാറുണ്ട്. ഇനി ഞാൻ വേറൊരു ടിപ്പും കൂടെ പറഞ്ഞു തരാം. നമ്മൾ മാവ് സാധാരണ അരച്ച് വെക്കുമ്പോൾ അവസാന ദിവസങ്ങളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഉഴുന്നിൻ്റെ കണ്ടൻറ്റ് അതിനകത്ത് കുറഞ്ഞ് അവസാനം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ വിള്ളൽ വീണ് അരിപ്പൊടിയുടെ കണ്ടൻറ്റ് മാത്രം ആവുന്നത് കാരണമാണ് ഇത് ഉഴുന്നിൻ്റെ ഇത് ആ വീറി വന്നതും ഇതൊക്കെ പോയി അരിപ്പൊടിയുടെ കണ്ടൻറ്റ് മാത്രമാവുന്ന കാരണമാണ് ഇങ്ങനെ ദോശ വിണ്ട് വരുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ മാവ് തലേ ദിവസം അരച്ച് നമ്മൾ വീറാൻ വെക്കുമല്ലോ. വീറാൻ വെക്കുമ്പോൾ തന്നെ ഒരു 2-3 പാത്രങ്ങളിലോട്ടായിട്ട് നമ്മൾ വെക്കണം. ആരും ഇപ്പോൾ ഒരു ദിവസത്തേക്കായിട്ട് മാവ് അരയ്ക്കണോറ് ഉണ്ടാവില്ല. അപ്പോൾ 2-3 ദിവസത്തേക്കുള്ള മാവായിരിക്കും നമ്മൾ അരച്ച് വെക്കുക. അപ്പോൾ ഇത് ഓരോ ദിവസത്തേക്ക് ഓരോ ചെറിയ പാത്രങ്ങളിലോട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോശയുടെ അവസാന ദിവസങ്ങളിലൊക്കെ ഉണ്ടാവണം ആ ഹാർഡ്നെസ്സും ആ വിള്ളലൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അപ്പോൾ വരാറായി. ഇതാ നമുക്കിന്ന് വെള്ളയപ്പവും കടലക്കറിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ സ്കൂൾ തുറന്നേ പിന്നെ നമ്മുടെ പ്രശ്നം അവരെന്ത് സ്കൂളിലോട്ട് പോയിട്ട് വരുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. മിക്കവാറും ഞാൻ രാവിലെ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തോ അത് തന്നെയാണ് ഞാൻ ഉച്ചതിരിഞ്ഞ് അവർ വരുമ്പോഴും കൊടുക്കാറ്. എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. ചിലപ്പോൾ കൂടുതലും അവരത് കഴിക്കില്ല. കാരണം നാളികേരിട്ടിട്ടുള്ള എന്തെങ്കിലും സംഭവിക്കുകയാണെന്ന് വെച്ചാൽ ഇവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാനിപ്പോൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്, ഇതാവുമ്പോൾ അവർ ദോശയോ വെള്ളയപ്പോ ഉപ്പുമാവോ പിന്നെ അവർ കഴിക്കില്ല. ദോശ, വെള്ളയപ്പം, പുട്ട് ഇതൊക്കെയാണ് അവർ കഴിക്കാറ്. നമുക്ക് 4 മണി പലഹാരങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും അവരങ്ങനെ കഴിക്കാറില്ല. കിണത്തപ്പായാലും പിന്നെ എന്തെങ്കിലുമൊക്കെ വേറെ ട്രൈ ചെയ്ത് നോക്കണം. ഇവർ കഴിക്കുമോ എന്ന് എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കണം ഇനി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ നമ്മൾ ബീച്ചിലോട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു കസിനാണ് അച്ചു എന്നാണ് വിളിക്കുക, അല്ലെന്നാണ് പേര്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. അവനോട് ഹായ് ഒക്കെ പറയുന്നുണ്ട്. ദേ അപ്പൂസുണ്ട്, അന്നക്കുട്ടിയുണ്ട്, സില്ലക്കുട്ടിയുണ്ട്. ബീച്ചിൽ അവർ ആർമാദിക്കുക. അതേ മണലൊക്കെ വാരി കൂട്ടി ഇതേ ഓരോരുത്തരും മണലൊക്കെ കലമിയാണ് വെച്ച് തയ്ക്കുന്നത്. പിന്നെ ഞാനും വിചാരിച്ചു കളിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം അവർ കളിക്കട്ടെ. ഇത് കഴിഞ്ഞ് 3 എണ്ണത്തിന് ഒരു 1.5 കുളി കുളിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് കുളിപ്പിക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ ഈ ഡ്രസ്സിനകത്ത് ഈ മണലാവുന്നത് നമ്മൾ എത്ര കഴുകിയാലും പോകത്തില്ല. പോക്കറ്റിലൊക്കെ ഇങ്ങനെ മണലിരുന്നിട്ട്. അതാണ് ബീച്ചിൽ പോയി കളിച്ചാലുള്ള മെയിൻ പ്രശ്നം. നമ്മൾ സൺസെറ്റ് കാണാനാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അന്നക്കുട്ടിയും സില്ലക്കുട്ടിയും ഗംഭീര കളിയാണ്. സില്ലക്കുട്ടിക്ക് വെള്ളത്തിലിറങ്ങാൻ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സില്ലക്കുട്ടീനെ ആ വെള്ളത്തിലോട്ട് അങ്ങ് ഉയർത്തി നിർത്തിയത്. പിന്നെ 3 ആളെയും കൊണ്ട് ബീച്ചിൽ വരിക എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക്കാണ്. ഒരാൾ ഇവിടെ പിടിക്കുമ്പോൾ മറ്റാൾ അപ്പുറത്തു കൂടെ പോവും. ഇപ്പോൾ ഒരു സമാധാനമായിട്ടിരിക്കുന്നുണ്ട്. ഇതാ ഞങ്ങൾ ബീച്ചിലെ കളിയൊക്കെ കഴിഞ്ഞ് കുളിച്ചു. ഞങ്ങൾ അവിടെ തന്നെ കുളിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. ഞങ്ങൾ ചാവക്കാട് ബീച്ചിലോട്ടാണ് പോയത്. കുളിക്കാനുള്ളടത്ത് ഭയങ്കര തിരക്ക്
പാർക്കാണ്. അവിടെ എന്തോ ചെറിയൊരു ഫീസൊക്കെ കൊടുക്കണം നമ്മൾ കുളിക്കാനായിട്ട്. അതെ, ഞങ്ങള് മീൻ മേടിക്കാൻ വന്നതാണ്. അതെ, സില്ലക്കുട്ടിയും മന്നക്കുട്ടിയൊക്കെ ഞണ്ടിനെ തൊട്ടും പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അവർക്ക് പേടിയുണ്ട്. മീൻ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ. എനിക്ക് മീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. ഞാൻ മീൻകറി ഒന്നും അങ്ങനെ കഴിക്കില്ല. വല്ലപ്പോഴും ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കഴിക്കുന്നുള്ളത് എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ്. പക്ഷെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സില്ലക്കുട്ടിയൊക്കെ മീനെ തൊട്ടും തലോടിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇതേ അപ്പോൾ സുഖനിദ്രയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.